നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ BA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്ററി ടു 7th സെഞ്ചുറി CE എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് അർത്ഥശാസ്ത്ര ആൻഡ് കൗടില്യ സ്റ്റേറ്റ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൗടില്യൻ എന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ കുറിച്ചാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ആശയ സംഹിതകള്, ഒരു പൊളിറ്റിക്കൽ തിയറംസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആരായിരുന്നു ഇദ്ദേഹം? കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ. ഇദ്ദേഹത്തിന് വിഷ്ണുഗുപ്തൻ, അങ്ങനെ മൂന്നാല് പേരുകളിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ലോകം തന്നെ കണ്ട ഏറ്റവും പ്രധാനികളായിട്ടുള്ള രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളാണ് ഇദ്ദേഹം. ഇന്ത്യൻ മാക്യുവല്ലി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. സോ ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു മൗര്യ രാജവംശം, ചന്ദ്രഗുപ്ത മൗര്യ രാജവംശം സ്ഥാപിക്കുന്നത് ഈ ചാണക്യന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ചാണക്യന്റെ തന്ത്രങ്ങള് ഇദ്ദേഹത്തെ ഈ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു ചാണക്യൻ. ഇനി ഇദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രത്തെ കുറിച്ചാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇദ്ദേഹം കൗടില്യന്റെ അല്ലെങ്കിൽ ചാണക്യന്റെ മറ്റൊരു പേര് വിഷ്ണുഗുപ്തൻ. ഇദ്ദേഹത്തിന്റെ ഒരു ഫൗണ്ടേഷണൽ ട്രീറ്റീസ് എന്ന് പറയുന്നത് അർത്ഥശാസ്ത്രമാണ്. ഇതില് അർത്ഥശാസ്ത്രത്തില് ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ച്, അതുപോലെ ഇക്കണോമിക്കലും മിലിറ്ററിയുമായിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും സ്റ്റേറ്റ് ക്രാഫ്റ്റ്, ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഇത് ഒരു സാൻസ്ക്രിറ്റ് വർക്കാണ്, സംസ്കൃതത്തിലാണ് രചിച്ചിരിക്കുന്നത്. ഇതിന് BC 3ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ ഒരു കാലഘട്ടം, ഇത് രചിച്ച കാലഘട്ടം. ഇനി മൗര്യൻ എംപയറിന്റെ കാലത്തുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ നയങ്ങളും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രതന്ത്രപരമായിട്ടുള്ള ഫിലോസഫീസിനെയും ഐഡിയോളജീസിനെയാണ് ബേസ് ചെയ്തിരുന്നത്. അപ്പോൾ മൗര്യൻ സാമ്രാജ്യത്തെ ഇത്രയേറെ ഫ്ലറിഷ് ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഒക്കെ സഹായിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ആശയങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അർത്ഥശാസ്ത്രത്തിന്റെ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതില് സ്റ്റേറ്റിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം ഈ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതിനെ സപ്താംഗ സിദ്ധാന്തം എന്നാണ് പറയുന്നത്. സപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ സപ്താംഗ സിദ്ധാന്തം. അതായത് ഒരു ആധുനിക രാഷ്ട്രത്തിന് രാഷ്ട്രത്തിന്റെ ചില ഘടകങ്ങൾ, രാഷ്ട്രമായി തീരുന്നതിന് അത്യാവശ്യം വേണ്ട ചില ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഒരു ടെറിട്ടറി വേണം, ആ ടെറിട്ടറിയില് ജനങ്ങൾ വേണം. ആദ്യം വേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾക്ക് ചവിട്ടി നിൽക്കാൻ ടെറിട്ടറി വേണം. ആ ടെറിട്ടറിയിൽ ജീവിക്കുന്ന ജനങ്ങളെ ഭരിക്കുന്നതിന് ഒരു ഗവൺമെന്റ് വേണം. ആ ഗവൺമെന്റിന് പരമാധികാരം അഥവാ സോവനിറ്റി വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ആധുനിക രാഷ്ട്രത്തിന്റെ ഘടകങ്ങളായിട്ട്, ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ആധുനിക തലത്തിൽ നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നതിന്റെയൊക്കെ ഒരു ബേസ് ലഭിക്കുന്നത് യഥാർത്ഥത്തില് അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ്. അതിലെ സപ്താംഗ സിദ്ധാന്തത്തില് രാഷ്ട്രത്തെ ഒരു മനുഷ്യ ശരീരത്തോട് അല്ലെങ്കിൽ ഒരു ജീവിയോടൊക്കെയാണ് ഇദ്ദേഹം ഉപമിക്കുന്നത്. രാഷ്ട്രത്തിന് നമുക്കൊരു ജീവിക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ നിലനിൽപ്പിന് ആവശ്യമുള്ളത് അതെല്ലാം ഒരു രാഷ്ട്രത്തിനും അതിൻ്റെതായ രീതിയിൽ ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു രാഷ്ട്രത്തിന് അത്യാവശ്യം വേണ്ട ആ 7 ഘടകങ്ങൾ, സപ്ത അംഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്വാമിയാണ്. സ്വാമി എന്ന് പറഞ്ഞാൽ ദ കിങ്, രാജാവ്. രാജ്യത്തിന് ഒരു രാജാവ് വേണം, ഒരു റൂളർ വേണം. ആ റൂളറാണ് രാജ്യത്തിന്റെ പ്രൊട്ടക്ടർ. സോ ഒന്നാമത്തെ ഫാക്ടർ സ്വാമിയാണ്. രണ്ടാമത്തേത് അമാത്യയാണ്. അമാത്യ എന്ന് വെച്ചാൽ മിനിസ്റ്റേഴ്സ് ആണ്. മിനിസ്റ്റേഴ്സ് ഇവിടുത്തെ ഒരു അഡ്വൈസറി ഫംഗ്ഷൻ ആണ് മിനിസ്റ്റേഴ്സ് നടത്തുന്നത്. ഭരണകാര്യങ്ങളില്, വിവിധ കാര്യങ്ങളിൽ രാജാവിനെ അഡ്വൈസ് ചെയ്യുക, അതുപോലെ ഭരണത്തെ ഏകോപിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മിനിസ്റ്റേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ജനപദ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ടെറിട്ടറി എന്നോ പീപ്പിൾ എന്നോ വിളിക്കാവുന്നത് ജനപദത്തെയാണ്. ജനപദത്തില് നമുക്ക് രാജ്യത്തിന്റെ വിസ്തൃതി ഇതിനെ ജനപദമായിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല ജനങ്ങളെയും പോപ്പുലേഷനെയും, അപ്പോൾ ടെറിട്ടറി ആൻഡ് പോപ്പുലേഷൻ ഇത് രണ്ടിനെയും കൂടെയാണ് നമ്മൾ ജനപദ എന്ന രീതിയിൽ ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ദുർഗമാണ്.
ദുർഗം എന്ന് പറഞ്ഞാൽ ഫോർട്ട്, കോട്ടകളെയാണ്. ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് കോട്ടകൾ അത്യാവശ്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ കോട്ടകൾ, രാജ്യത്തിന്റെ സംരക്ഷണ തലത്തിലുള്ള കോട്ടകളെയാണ് ദുർഗം എന്നതുകൊണ്ട് ഇദ്ദേഹം അർത്ഥമാക്കുന്നത്. അപ്പൊ രാജ്യത്തിന് അത്യാവശ്യം വേണ്ട ഒന്നാണ് ദുർഗം. മറ്റൊന്നാണ് കോശ. കോശ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത് ട്രഷറിയെയാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള കെട്ടുറപ്പ്, സാമ്പത്തിക അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനും അതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറാനും സാധിക്കുകയുള്ളൂ. സോ കോശ അല്ലെങ്കിൽ ട്രഷറി ഒരു രാജ്യത്തിന് വളരെ അത്യാവശ്യമാണ്. മറ്റൊന്നാണ് ദന്ത. ദന്ത എന്ന് പറഞ്ഞാൽ ആർമിയാണ്. ആർമി അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ നിർവഹിക്കണമെങ്കിൽ വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ആർമി ഒരു രാജ്യത്തിന് വേണമെന്ന് ഇദ്ദേഹം പറയുന്നു. ദെൻ ഏഴാമത്തേത് മിത്രയാണ്. മിത്ര എന്ന് പറഞ്ഞാൽ അല്ലീസ് ആണ്, അതായത് മിത്രങ്ങൾ പേരിലുണ്ട്, മിത്രം തന്നെയാണ്. രാജാവിന് മറ്റു അയൽ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധം വേണം, ഫ്രണ്ട്സ് വേണം. ഫ്രണ്ട്സ് എന്നാണ് അല്ലീസ് അല്ലെങ്കിൽ മിത്ര എന്ന് പറയുന്നത്. സോ രാജാവിന് മറ്റു രാജ്യങ്ങളുമായിട്ടും ഒക്കെ സൗഹൃദ ബന്ധങ്ങൾ വേണം. ഒരു സൗഹാർദ്ദപൂർണമായിട്ടുള്ള ഒരു സമവർത്തിത്വം സാധ്യമാകണം. അപ്പോഴാണ് ഒരു രാഷ്ട്രം നല്ല രീതിയിൽ നിലനിൽക്കുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ 7 ഫാക്ടേഴ്സ് ഒരു രാഷ്ട്രത്തിന് അത്യാവശ്യമാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഇനി ഇദ്ദേഹം രാജാവിന്റെ റോള് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. രാജാവിന്റെ പ്രധാനപ്പെട്ട ഒരു റോള് ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ ലീഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, നയിക്കുക എന്നുള്ളതാണ്. അതുപോലെ രാജ്യത്ത് ലോ ആൻഡ് ഓർഡർ നിലനിർത്തുന്നതിന്റെ ഉത്തരവാദിത്വവും രാജാവിനാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രജകളുടെ ക്ഷേമം, വെൽബീയിങ് ഓർ വെൽഫെയർ ഓഫ് പീപ്പിൾ ഓർ സബ്ജക്ട്, അന്ന് പ്രജകൾ തന്നെയാണ്, സബ്ജക്ട്സ് ആണ്. സോ സബ്ജക്ട്സിന്റെ പ്രജകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളതും ഒരു രാജാവിന്റെ ഉത്തരവാദിത്വമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു രാജാവിനെ സംബന്ധിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് രാജാ സുഖ നിയാമത്ത് പ്രജ സുഖ എന്നാണ്. രാജാവിന് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ പ്രജകൾക്കും ഹാപ്പിനെസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രജകൾക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ രാജാവിനും ഹാപ്പിനെസ് ഉണ്ടാവും, വൈസ് വേഴ്സ. ഇതാണ് ഒരു രാഷ്ട്രത്തിനെ അല്ലെങ്കിൽ രാജാവിനെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുന്ന ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ, തത്വം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ലോ ആൻഡ് ജസ്റ്റിസ് നിലനിർത്തുക. നിയമവും നിലനിർത്തുക. ക്രമസമാധാനം നിലനിർത്തണം. ക്രമസമാധാനം നീതിയിലും നിയമത്തിലും അധിഷ്ഠിതമായിട്ടായിരിക്കണം ക്രമസമാധാനം പാലിക്കപ്പെടേണ്ടത്. അതിനു വേണ്ടിയിട്ട് ധർമ്മ മാർഗത്തിൽ, അതായത് മോറൽ ലോസ് നിലവിലുണ്ടായിരിക്കണം. മറ്റൊന്നാണ് വ്യവഹാര അഥവാ പ്രാക്ടിക്കൽ ലോസും നിലവിലുണ്ടായിരിക്കണം. അപ്പൊ 2 രീതിയിലുള്ള നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കസ്റ്റംസ് പാലിക്കപ്പെടുന്നത്, ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ പാലിക്കപ്പെടുന്നത്. ധർമ്മം എന്ന മോറൽ വാല്യൂസിനെയും വ്യവഹാരം എന്ന പ്രാക്ടിക്കൽ വാല്യൂസിനെയും നിയമങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ വളരെ ശക്തമായ രീതിയിലുള്ള പണിഷ്മെന്റുകൾ, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പണിഷ്മെന്റുകൾ നൽകിയിരുന്നു. ഓരോ തെറ്റിനും പറയപ്പെടുന്ന ശിക്ഷകൾ കൃത്യമായിട്ട് നടപ്പിൽ വരുത്തിയിരുന്നത് കൊണ്ട് തന്നെ അവിടെ ലോ ആൻഡ് ഓർഡർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയിരുന്നു. അത് നല്ല രീതിയിൽ പാലിക്കപ്പെട്ടിരുന്നു. ഇനി ഇക്കണോമിക് പോളിസീസ് ആണ് അടുത്തത്, സാമ്പത്തികമായിട്ടുള്ള നയങ്ങൾ. കൗടില്യൻ സമ്പത്തിനെയാണ് ഒരു രാഷ്ട്രത്തിന്റെ ബാക്ക് ബോൺ ആയിട്ട് പറയുന്നത്. സമ്പത്തുള്ള ഒരു രാജ്യത്തിനെ ഒരു ക്ഷേമ രാഷ്ട്രമായിട്ട് അതിന്റെ എല്ലാ ഫങ്ഷൻസും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതിനു വേണ്ടിയിട്ട് അഗ്രികൾച്ചറും മൈനിങ്ങും ട്രേഡും ഒക്കെ വളരെ നല്ല രീതിയിൽ ശക്തമായിട്ട് നിലനിൽക്കണം. അപ്പൊ ഒരു ശക്തമായ സുസ്ഥിരമായ ഒരു സാമ്പത്തിക അടിത്തറ ഒരു രാജ്യത്തിന് അത്യാവശ്യമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദെൻ മിലിറ്ററി സ്ട്രാറ്റജിയാണ് മറ്റൊന്ന്. അതായത് ഒരു രാജ്യത്തിന് എപ്പോഴും, പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, മറ്റു ജനപദങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിരുന്നു. അപ്പോൾ നല്ല ഒരു മിലിറ്ററി സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം പലതരത്തിലുള്ള വാർഫെയറുകളും യുദ്ധരീതികളും ഒക്കെ ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അതില് ടൈപ്സ് ഓഫ് വാർ, പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് വാറുകൾ ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഒന്നാമത്തേത് ഒരു ഓപ്പൺ വാറാണ്, തുറന്ന യുദ്ധം. രണ്ടാമത്തേത് സീക്രട്ട് വാറാണ്, രഹസ്യമായിട്ടുള്ള യുദ്ധം. അതായത് സ്പൈ വർക്കിലൂടെയൊക്കെ നുഴഞ്ഞു കയറിക്കൊണ്ടൊക്കെയുള്ള യുദ്ധമുറകള്. മൂന്നാമത്തേത്
സൈലന്റ് വാർ ആണ്. അതായത് ഇത് ഒരു തരത്തിലുള്ള ഉപരോധങ്ങളാണ്. നമ്മൾ നേരിട്ട് ആയുധങ്ങളുമായിട്ട് യുദ്ധത്തിന് പോകാതെ ആശയം കൊണ്ടുള്ള യുദ്ധങ്ങൾ ഉപരോധിക്കുക, ഒരു തരം ഒറ്റപ്പെടുത്തുക അല്ലെ, മറ്റു രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള വാർ. അപ്പോൾ ഇന്നും നമ്മുടെ ആധുനിക രാഷ്ട്രങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് ഈ ഒരു രീതിയിലുള്ള വാർഫെയറുകൾ അല്ലെങ്കിൽ വാർ സ്ട്രാറ്റജീസ് ആണ് ഫോളോ ചെയ്യുന്നത്. ദെൻ മണ്ഡല തിയറിയാണ് മറ്റൊന്ന്. മണ്ഡല തിയറി എന്ന് പറയുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫോറിൻ റിലേഷൻസിനെ കുറിച്ചാണ് മണ്ഡല തിയറി പറയുന്നത്. അതായത് നെയ്ബറിംഗ് സ്റ്റേറ്റ്സുമായിട്ട്, അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സൗഹാർദ്ദപൂർണമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തണം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മിത്ര എന്ന കോൺസെപ്റ്റ്. സ്റ്റേറ്റിന്റെ സപ്താംഗ തിയറിയിലെ മിത്ര കോൺസെപ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഡിപ്ലോമസി വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിരുന്നു ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡിപ്ലോമസി ബേസ് ചെയ്തിരിക്കുന്ന ചില ആശയങ്ങളുണ്ട്, അതുകൂടി നമുക്ക് പറയാം. ഒന്നാമത്തേത് ശാന്തിയാണ്. ശാന്തി എന്ന് പറയുന്നത് മേക്കിംഗ് അലയൻസസ് ആണ്, മറ്റുള്ളവരുമായിട്ട് സഖ്യങ്ങളൊക്കെ രൂപീകരിച്ച് പോകുന്നതിനെയാണ് ശാന്തി എന്ന് പറയുന്നത്. രണ്ട്, വിഗ്രഹയാണ്. വിഗ്രഹ എന്ന് പറഞ്ഞാൽ വാറാണ്, വാർ യുദ്ധങ്ങളാണ്. മൂന്നാമത്തേത് ആസനയാണ്. ആസന എന്ന് പറഞ്ഞാല് ഒരു ന്യൂട്രാലിറ്റി, ന്യൂട്രൽ ആയിട്ട് ഇരിക്കുക. അതായത് ഒരു അഗ്രസീവ് ഫോമിലേക്ക് പോവാതെ സ്വന്തം കാര്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് ഒരു ന്യൂട്രാലിറ്റി ഫോളോ ചെയ്യുന്നതാണ് അസന എന്ന് പറയുന്നത്. ദെൻ യാനയാണ് അടുത്തത്. യാന എന്ന് പറഞ്ഞാൽ മാർച്ചിങ് ആണ്, അതായത് മിലിറ്ററി മാർച്ചിങ്, അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് ഫോർ വാർ. അപ്പോ ഇവിടെ മിലിറ്ററി മാർച്ചിങ്ങിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം അവരുടെ മിലിറ്ററി പവർ മറ്റു രാജ്യത്തിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മിലിറ്ററി മാർച്ച് സംഘടിപ്പിക്കും. ആ മിലിറ്ററി മാർച്ച് കാണുമ്പോൾ ഭയചകിതരായി പലപ്പോഴും യുദ്ധത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവരോട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് മിലിറ്ററി മാർച്ച് എന്ന് പറയുന്നത്. ഈ മിലിറ്ററി മാർച്ച് കണ്ടുകൊണ്ട് പലപ്പോഴും പല പ്രോബ്ലംസും അവര് എലിമിനേറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു ലോങ് മാർച്ച്, ചൈനയുടെ ചരിത്രത്തിലെ ലോങ് മാർച്ചാണ് ചൈനയില് കമ്മ്യൂണിസം വരുന്നതിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലോങ് മാർച്ചിൽ ഭയപ്പെട്ടുകൊണ്ട് എന്താണോ ലോങ് മാർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ ഫലങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട്. സോ ആ ഒരു ഐഡിയ ഒക്കെ ഈ ശാസ്ത്രത്തില് പറഞ്ഞിട്ടുണ്ട്. ദെൻ മറ്റൊന്ന് സാമരസ്യയാണ്. സാമരസ്യ എന്ന് പറഞ്ഞാൽ ഒരു അഭയം കാണുക അല്ലെങ്കിൽ സീക്കിംഗ് ഷെൽട്ടർ, ഒരു അഭയസ്ഥാനം കണ്ടെത്തുക എന്നുള്ളതാണ്. ദെൻ അടുത്ത ഫിലോസഫി എന്ന് പറയുന്നത് ദ്വൈവിഭാവയാണ്. ദ്വൈവിഭാവ എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ഡീലിംഗ് ആണ്, എന്ന് വെച്ചാൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ, ഒരു ഡബിൾ ഡീലിംഗ് നടത്തുക. ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. ഒരു ഡബിൾ ഡീലിംഗ് മറ്റു രാഷ്ട്രങ്ങളുമായിട്ട് നടത്തിക്കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതില് അർത്ഥശാസ്ത്രത്തിന്റെ ഒരു പ്രാധാന്യം. ഇത് ഈ ഒരു അർത്ഥശാസ്ത്രത്തില് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങള് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആധുനിക രാഷ്ട്രത്തിന്റെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഇദ്ദേഹം ഇതിൽ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മൗര്യൻ ഡൈനാസ്റ്റി ഒരു മൗര്യൻ എംപയർ ആയിട്ട് വളരുന്നത്? എന്തുകൊണ്ടാണ് മൗര്യൻ എംപയർ അത്രത്തോളം ശക്തമാകുന്നത്? എന്തുകൊണ്ടാണ് മൗര്യൻ എംപയർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇത്രയും അധികം കാലം ഭരിക്കാനായിട്ട് സാധിച്ചത് എന്നതിന്റെ എല്ലാം ഉത്തരം കിടക്കുന്നത് ഈ അർത്ഥശാസ്ത്രത്തിലാണ്. ബിക്കോസ് ഇതിൽ അർത്ഥശാസ്ത്രത്തിലെ ഓരോ നയങ്ങളും ഫോളോ ചെയ്ത് പോയത് കൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യന് അത്രയേറെ കിട്ടുറപ്പുള്ള ഒരു ഭരണം സ്ഥാപിക്കാനായിട്ട് സാധിച്ചത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.